പ്രിയപ്പെട്ട ഭർത്താവിന്റെ വരവും കാത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്നും നോക്കി നിൽക്കുകയാണ്. ആ ഇടയ്ക്കൊരു വാർത്ത വന്നു, സിറിയയിൽ നിന്ന് ഭർത്താവ് മടങ്ങി വരുന്നുണ്ട്. ആമിന ബീവി ഈ വിവരം എന്റെ ഭർത്താവ് കേട്ടാൽ തീർച്ചയായും സന്തോഷിക്കും. കൊല്ലങ്ങളായ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹത്തിലാണ് അദ്ദേഹം. പക്ഷേ അല്ലാഹുവിന്റെ ഖലാവും ആസൂത്രണവും എന്ന് പറയട്ടെ, മുത്തുനബിയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ ഭയങ്കര രോഗം ബാധിച്ചു. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായി. മഹാനവറുകൾ അവിടെ മദീനയിൽ തന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അമ്മാവന്മാരെ വീട്ടിൽ വിശ്രമിച്ചു. കുടുംബക്കാരവിടെ ഉണ്ടല്ലോ. മക്കയിൽ നിന്ന് വിവരമറിഞ്ഞ് ആളുകൾ അങ്ങോട്ട് പുറപ്പെട്ടു. അവരവിടെ വന്നു ചേരുന്നതിന് മുമ്പ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മഹാനായ മുത്തുനബിയുടെ പിതാവ് തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന വിവരം പോലും അറിയുന്നതിന് മുമ്പ് വഫാത്തായി. ഇതിലും പണ്ഡിതന്മാർ പല ഹിക്മത്തുകളും പറയുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന മദീനയിൽ തന്നെയാണ് പിതാവിന് വിശ്രമിക്കാനുള്ള സൗകര്യം അല്ലാഹു നേരത്തെ ചെയ്തു വെക്കുന്നത്. രണ്ടാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിനാണ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ അല്ലാഹു പിൻവലിച്ചത്? അതിന്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. അള്ളാന്റെ ഹബീബിനെ തർബീയത്ത് ചെയ്യേണ്ടത് മനുഷ്യരല്ല, അവിടുത്തെ അദബ് പഠിപ്പിക്കേണ്ടത് പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ്. അതാണ് മുത്തുനബി പറഞ്ഞത്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എന്നെ മര്യാദ പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്. ആ റബ്ബ് എനിക്ക് നല്ല മര്യാദയാണ് തന്നത്. മാതാപിതാക്കളുടെ മര്യാദ പരിശീലനമൊന്നും വേണ്ടാതെ അല്ലാഹു തന്നെ നേരിട്ട് തർബിയത്ത് നടത്താൻ ഉദ്ദേശിച്ചതിനാലാണത്രേ പിതാവിനെയും മാതാവിനെയും നേരത്തെ വിളിച്ചത്. അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളാൻ അല്ലാഹു നിശ്ചയിച്ച മദീനയിൽ തന്നെ പിതാവിന് നേരത്തെ വിശ്രമ സ്ഥലം അല്ലാഹു തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഈ വിവരമറിയുന്നു. വളരെ സങ്കടത്തിലാണ് അവർ, വല്ലാത്ത പ്രയാസത്തിലാണ്. പക്ഷേ ആമിന ബീവിക്ക് മനസ്സിന് ദുഃഖമില്ലാതിരിക്കാൻ അല്ലാഹു ഇടപെടുന്നു. ഓരോ മാസത്തിലും മഹാന്മാരായ മാലാഖമാരെ അയച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ദിവസവും ഒരുപാട് സുവിശേഷങ്ങളുള്ള സ്വപ്നം കാണുന്നു. ഒരു വേദനയുമില്ലാത്ത, പ്രയാസമില്ലാത്ത, ഗർഭിണികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നല്ല ഗർഭമാണ്. മനസ്സിന് ശാന്തിയാണ്. മാലാഖമാരുടെ സന്തോഷ വാർത്തകൾ മാത്രമാണ്. അങ്ങനെ മഹദി അവറുകൾ ഗർഭവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒന്നുകൂടി ലോകത്തിന്റെ ശ്രദ്ധ മക്കയിലേക്ക് കൊണ്ടുവരണം. തിരുപ്പിറവി അടുക്കുകയാണ്. ഇതിനു വേണ്ടി അല്ലാഹു ചെയ്ത മറ്റൊരു ഹിക്മത്ത് നോക്കൂ നിങ്ങൾ. അങ്ങ് യമനിലെ രാജാവായ അബ്രഹത്ത് സ്വൻആ പട്ടണത്തിൽ ഒരു വലിയ കൊട്ടാരം പണിതു, ഒരു ദേവാലയം ഉണ്ടാക്കി. അയാൾക്കൊരസൂയ, കാഴ്ചക്ക് ഒന്നുമില്ലാത്ത വെറും ചതുരത്തിലുള്ള കല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു ചെറിയ കെട്ടിടമല്ലേ കഅബാലയം. ആ കഅബത്തിലേക്ക് ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് മുഴുവനും ആളുകൾ വരുന്നു. ഇയാളുണ്ടോ വിവരറിയുന്നത്? ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ അന്ന് ദുആ ചെയ്തതല്ലേ, പടച്ചവനെ ജനഹൃദയങ്ങളെ അങ്ങോട്ട് തിരിച്ചുവിടണമേ. അതുകൊണ്ട് വേറെ ഒന്നും കാണാനില്ലാത്ത കരിമ്പാറ കൂട്ടങ്ങൾക്കിടയിൽ കരിമ്പാറയിൽ നിന്ന് വെട്ടിയെടുത്ത കല്ലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കാഴ്ചക്കത്ര സൗന്ദര്യമൊന്നുമില്ലാത്ത ഈ ഭവനം ലക്ഷ്യമാക്കി ജനങ്ങൾ ഒഴുകുന്നു. അസൂയക്കാരനായ അബ്രഹത്ത് നല്ല സുന്ദരമായ ഒരു കെട്ടിടമുണ്ടാക്കി ലോകത്ത് വിളംബരം ചെയ്തു, ഇനിമേൽ ആരും ഹജ്ജിനു മക്കയിലേക്ക് പോകേണ്ടതില്ല, സ്വൻആയിലേക്ക് വന്നേക്കുക. അങ്ങനെ അയാള് വിളംബരപ്പെടുത്തിയ വാർത്ത മക്കക്കാരറിഞ്ഞു. അവര് ദുർബലരാണ്. ഒരു കെട്ടുറപ്പുള്ള ഒരു സേനയോ ഒരു പ്രതിരോധ ശക്തിയോ ഒന്നും അവർക്കില്ല. അവരൊരു നാട്ടു ഭരണം, അതിങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷേ ഈ പ്രസ്താവവും ഈ ആഹ്വാനവും മക്കക്കാരെ ചൊടിപ്പിച്ചു. മക്കയിലെ അദ്നാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വൻആയിലേക്ക് പോയി.
അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സേവനം അയാൾ ചെയ്തു. അതെന്താ? അയാള് മലവിസർജനം നടത്തി അതല്പം വാരിയിട്ട് അതിന്റെ ചുമരുമേ തേച്ചിട്ട് മൂപ്പർക്ക് പതിനേ കഴിയുള്ളൂ. പക്ഷെ ഇത് അബ്രഹത്തിനെ പ്രകോപിപ്പിച്ചു. അയാള് ആയിരക്കണക്കിന് പട്ടാളത്തെ സജ്ജീകരിച്ചു. അതിന്റെ മുൻനിരയിൽ ആനപ്പടയെ തന്നെ തയ്യാറാക്കി. അങ്ങനെ കഅബം പൊളിക്കാൻ അദ്ദേഹം മക്കയിലേക്ക് പ്രയാണം ആരംഭിച്ചു. ലോകത്ത് ഈ വാർത്ത കേട്ടു, വലിയ ആനപ്പട മക്കയിലേക്ക് പോയിട്ടുണ്ട്. മക്ക ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. അങ്ങനെ പട്ടാളത്തെയുമായി അബ്രഹത്ത് വന്നു. അദ്ദേഹം മുഹമ്മസ് എന്ന പ്രദേശത്ത് മിനായുടെ പരിസരത്തിൽ തന്റെ സൈനികരെ തമ്പടിപ്പിച്ച് ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് പറഞ്ഞു, ഇനി ആരും കാത്തു നിൽക്കേണ്ടതില്ല, മക്കയിലേക്ക് ഇരച്ചു കയറി മക്കക്കാരുടെ എല്ലാ സമ്പത്തും കൊള്ളയടിക്കുക. അവർക്കുള്ളത് കന്നുകാലികളാണ്, ആടുകളും ഒട്ടകവും. ഇത് മുഴുവനും കൊള്ള ചെയ്ത് ഇവർ പിടിച്ചുകൊണ്ടുപോയി. നിസ്സഹായരായ മക്കക്കാർ അബ്ദുൽ മുത്തലിബിനോട് സങ്കടം പറഞ്ഞു. അദ്ദേഹം കഅബത്തിങ്കിൽ ചെന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് നിന്റെ ഭവനമാ, ഇതിനെ നീ തന്നെ സംരക്ഷിക്കുക, ഞങ്ങൾ ദുർബലരാണ് അല്ലാഹ്. പടച്ചവന്റെ മുമ്പിലേക്ക് പ്രശ്നം അവതരിപ്പിച്ചു. എന്നാൽ അബ്രഹത്ത് കഅബം പൊളിക്കുന്നതിന് മുമ്പൊന്ന് തീരുമാനിച്ചു, നമ്മളോട് സഹകരിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കൊല്ലാതെ കഅബം മാത്രം പൊളിച്ചു പോരാം. അതുകൊണ്ട് മക്കയുടെ നായകനുമായ ഒരു സംഭാഷണം നടത്തണം, അബ്ദുൽ മുത്തലിബിനെ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ സേന വന്ന് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങളെ രാജാവ് തയ്യാറാണ്, നിങ്ങൾ വരണം. അബ്ദുൽ മുത്തലിബ് തങ്ങളങ്ങ് ചെന്നു. സുബ്ഹാനല്ലാഹ്, ആ മഹാനുഭാവനെ നേർക്ക് നേരെ കണ്ടപ്പോൾ അബ്രഹത്ത് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു, ഇരുന്ന സീറ്റിലിരുത്തി. ഇത് വല്ലാത്തൊരബദ്ധമായി എന്ന് അനുയായികൾ പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്തത്? നമ്മൾ കൊല്ലാനും തകർക്കാനും വേണ്ടി വന്ന ഒരു നാടിന്റെ ഭരണാധികാരിയെ നിങ്ങളെ സീറ്റിലിരുത്തുക. പക്ഷേ ചില ആളുകൾ അങ്ങനെയാണ്, എത്ര എതിർപ്പുണ്ടെങ്കിലും ആളെ നേർക്കേരട് കണ്ടാൽ അറിയാതെ എഴുന്നേറ്റ് പോകും ചില ആൾക്കാർ. അങ്ങനെ സംഭവിച്ചത്. അവസാനം രണ്ടാളും നിലത്തിരുന്ന് ചർച്ച നടത്തി. അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊള്ളയടിച്ച കൂട്ടത്തിൽ ഈ സാധുവിന്റെ 200 ഒട്ടകങ്ങളുണ്ട്, ആ ഒട്ടകം നിങ്ങൾ തിരിച്ചു തരണം. അബ്രഹത്ത് പരിഹാസത്തോടെ ചിരിച്ചു. നിങ്ങളാണ് ഒരു നാടിന്റെ ഭരണാധികാരി, നിങ്ങളെ നാട് തകർക്കാൻ ഞങ്ങൾ വന്നു, മുഴുവൻ ആളുകളുടെയും സമ്പത്ത് കൊള്ള ചെയ്തു, കഅബം പൊളിക്കാൻ പോകുകയാണ്. അതിനെപ്പറ്റി ഒരക്ഷരം പറയാതെ നിങ്ങളെ സ്വന്തം ഈ ഒട്ടകങ്ങളെ കുറിച്ചാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? നിങ്ങൾ എന്തു ഭരണാധികാരിയാണ്? മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞു, ഓ സഹോദരാ, ഞാൻ ഒട്ടകങ്ങളുടെ ഉടമയാണ്, അതുകൊണ്ടാ ഞാൻ ഒട്ടകത്തിന്റെ കാര്യം സംസാരിച്ചത്. ആ പരിശുദ്ധ കഅബാലയമുണ്ടല്ലോ, അതിന്റെ ഉടമസ്ഥൻ ഞാനല്ല, അത് അർഹമുർ റഹീമീനായ ഒരു റബ്ബ് അതിനുണ്ട്. ആ കഅബത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തുകൊള്ളും, എനിക്ക് എന്റെ ഒട്ടകത്തിന്റെ കാര്യമേ പറയാനുള്ളൂ. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, എന്നാലൊരു കാര്യമില്ലേ, ഏത് റബ്ബാണ് ഇന്നത്തെ ദിവസം എന്നിൽ നിന്ന് ആ കഅബത്തെ രക്ഷിക്കാൻ? നിന്റെ ഒരു റബ്ബിനും കഴിയൂല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അത് നമുക്ക് കാണാം, നിങ്ങൾ എന്റെ ഒട്ടകം തരൂ. അയാൾ പറഞ്ഞു, ഒട്ടകത്തെ കൊടുത്തേക്കൂ. അബ്ദുൽ മുത്തലിബ് 200 ഒട്ടകമായിട്ട് വന്ന് കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് മുഴുവനും അറുത്ത് ജനങ്ങൾക്ക് ദാനം ചെയ്തു. എല്ലാവരും കഴിച്ചോളൂ, കാരണം ഇതെങ്കിലും കിട്ടിയാ അത് കിട്ടി, പട്ടിണിയിലാണ് ആളുകളെ. അവർക്ക് ഈ ഒട്ടകം തിന്നാൻ കൊടുത്തു. അപ്പോഴേക്ക് പിന്നെ അത് അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ആനപ്പടയെ വിശുദ്ധ കഅബാലയത്തിന് നേരെ തിരിക്കുകയാണ്. പക്ഷേ ആനകളെ ഖിബിലയുടെ നേരെ നടത്തുമ്പോ അവയതാ നിലത്തിരിക്കുന്നു, ഒരടി മുന്നോട്ട് വെക്കുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തെളിച്ചാൽ ആവേശപൂർവം അത് നടക്കുന്നു. അവസാനം രണ്ടും കൽപ്പിച്ചുകൊണ്ട് സൈനികരെയുമായി ആനകളെ മാറ്റിവെച്ച് മുന്നോട്ട് നീങ്ങാൻ അബ്രഹത്ത് തീരുമാനിക്കുന്ന സമയത്താണ് അള്ളാഹു അവന്റെ അഭൗതികമായ ലോകത്ത് നിന്ന് ഒരു പ്രത്യേക സേനയെ അവതരിപ്പിക്കുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ.
അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടയുമായി വന്നവനെ നിങ്ങളെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരെ എല്ലാ കുതന്ത്രവും അല്ലാഹു പരാജയപ്പെടുത്തിയില്ലേ നബിയെ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. അതെ, വാർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. കൂട്ടം കൂട്ടമായി ഒരു തരം ചെറു പക്ഷികളെ അല്ലാഹു അവരെക്കുള്ള അയക്കുകയാണ്. ആ പക്ഷികൾ ഒരു പയറുമണിയോളം വലിപ്പമുള്ള ചൂടുകട്ട കൊണ്ട് അവരെ എറിയുന്നു. ഒരു കട്ട ഒരാളെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അയാളെ തലയിലേക്ക് വന്നു വീണാൽ അയാളെ പടത്തൊപ്പി ഓട്ടയാക്കി തലയിലൂടെ ഇറങ്ങി ചങ്കിലൂടെ വയറ്റിലെത്തി അത് അയാളുടെ പിന്തോരം വഴി കയറിയിരുന്ന ആനയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ കുതിരയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒട്ടകവും മനുഷ്യനും ആനയുമെല്ലാം ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. കല്ല് താഴെ എത്തുമ്പോഴേക്ക് ഇതെല്ലാം കത്തിച്ചാരമായി ഭക്ഷിച്ച് കാഷ്ടിച്ചു കളഞ്ഞ വൈക്കോല് കണക്കെ ആനപ്പിണ്ടി പോലെ അത് വെറും ചാരമായി മാറുന്നു. ഇങ്ങനെയുള്ള ഒരു തകർക്കൽ അല്ലാഹു അവരെ തകർത്തു. അബ്രഹത്തും ഏതാനും സൈനികരും ഓടി ഓടി യമനിലെത്തിയ അബ്രഹത്ത് അവിടെ വെച്ച് ഹൃദയം പൊട്ടി മരിച്ചു. ബാക്കിയുള്ളവരെ അല്ല ബാക്കിയാക്കിയത് ഈ സംഭവം നാട്ടുകാരോടും ലോകത്തോടും വിളിച്ചു പറയാനാണ്. അങ്ങനെ മുത്തുനബി ജനിക്കുന്നതിന്റെ 50 ദിവസം മുമ്പാണ് ഈ ലോക ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവം മക്കയിൽ അല്ലാഹു നടത്തുന്നത്. എന്തിനു വേണ്ടി? അഷ്റഫുൽ ഖൽഖിന്റെ തിരുപ്പിറവിയോടെ മക്ക ലോകത്തിന്റെ കേന്ദ്രമാകാൻ പോകുകയാണ്. അവിടേക്ക് ജനശ്രദ്ധ ആകർഷിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹാ മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലാണുള്ളത്. അബ്ദുൽ മുത്തലിബ് തങ്ങൾ വല്ലാതെ സന്തോഷിച്ചു. അർഹമുർ റഹീമീനായ റബ്ബിനെ സ്തുതിച്ചു. എല്ലാവർക്കും ഇതൊരു പാഠമാണ്. വിശുദ്ധ കഅബാലയത്തിന്റെ നാഥനായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒന്നാം തരം പാഠമാണ്. അങ്ങനെ മഹാനവറുകൾ ഇങ്ങനെ താമസിക്കുന്നു. തന്റെ പൊന്നോമന പുത്രന്റെ ഭാര്യ പ്രസവത്തോടടുക്കുകയാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമായതോടുകൂടി മഹദി അവറുകൾ ധാരാളം നല്ല സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. അങ്ങനെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12ാമത്തെ രാവ്, ആ രാവ് വന്നപ്പോൾ അന്ന് പല വാർത്തകളും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹുമു ഖദ് ഉൻദിറു ബിഹുലൂലിൽ ബുഅസി വന്നിഖമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമായപ്പോഴേക്ക് ലക്ഷണം പറയാൻ കേൾപ്പുള്ളവരൊക്കെ പറയാൻ തുടങ്ങി. ഇതാ നമ്മളെ നാട്ടിൽ എന്തോ ഒരു താക്കീത് വന്നിട്ടുണ്ട്, ഒരപകടം വരാൻ പോകുന്നു, നമ്മൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്കൊക്കെ ഒരു തകർച്ച വരാൻ പോകുന്നു. അതിന്റെ സൂചനകളൊക്കെ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട്, ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലക്ഷണം പറയുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് വാർത്ത വരികയാണ്. വബാത ഈവാനു കിസ്റാ വഹുവ മുൻസദിഉൻ കശംലി അസ്ഹാബി കിസ്റാ ഗൈറ മുൽതഅമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. കിസ്റാ രാജാക്കന്മാരെ കൊട്ടാരങ്ങൾ പ്രത്യേകമായ രീതിയിൽ ഇളകി മറിയുകയാണ് ഒരു ഭാഗത്ത്. അതേ സമയത്ത് മറുഭാഗത്ത് വന്നാറു ഖാമിദത്തുൽ അംഫാസി മിൻ നസഫി അലൈഹി വന്നഹറു സാഹിൽ ഐനി മിൻ സദമി. 1000 കൊല്ലമായി തലമുറകളായി കെട്ടുപോകാൻ സമ്മതിക്കാതെ കാവൽ നിന്ന് കത്തിച്ചു പിടിപ്പിച്ചു വെച്ച നരകാഗ്നി പെട്ടെന്നങ്ങ് കെട്ടുപോയി എന്ന വാർത്ത
ലോകം കേൾക്കുകയാണ്. വസാഅസാവതഅൻ ഖാലത് ബുഹൈറതുഹാ വറുദ്ദ വാരിദുഹാ بالغيظ حين ظمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സാവാ പ്രദേശത്തുകാർ ദിവ്യത്വം ആരോപിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു നദിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു തുള്ളി വെള്ളവുമില്ലാതെ ഉൾവലിഞ്ഞു പോകുന്നു. ആരാധനകൾ അർപ്പിക്കാനും ദാഹം മാറ്റാനും വന്നവർ ഈർഷ്യതയോടെ മടങ്ങുന്നു. ലോകത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകളാണ് മുത്തുനബിയുടെ ജന്മത്തിൽ എന്തിനാണ് അള്ളാഹു ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചത്. വലിയ ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട്. അതേ സമയത്ത് അങ്ങ് മക്കാ പട്ടണത്തിൽ ഖുറൈശികൾ അന്നൊരു പ്രതിഷ്ഠയെ സ്ഥാപിക്കുന്ന ദിവസമാണ്. എല്ലാവരും അതിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ആഘോഷപൂർവം ജപം ചൊല്ലി അത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തതാ പെട്ടെന്ന് ആ പ്രതിഷ്ഠ തല കീഴായി നിൽക്കുന്നു. അത് നിന്ദ്യതയാണ്. ആദരവുള്ള അതിന്റെ മുഖം നിലത്ത്, കാല് മുകളിൽ. എത്ര നേരെയാക്കിയിട്ടും അത് ചൊവ്വേ നിൽക്കുന്നില്ല. ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം പാടിപ്പോയി, അയാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. ആഘോഷത്തോടെ ഈ പ്രതിഷ്ഠക്ക് അകലെ നിന്നും അടുത്തു നിന്നും ആയിരങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഈ പ്രതിഷ്ഠ എന്താണ് ചെയ്തത്? തനക്കൽ തമഖ്ലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഹൈറു ബിസ്സുഹബി. ഓ പ്രതിമ, എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നീ തല കീഴായി മറിഞ്ഞത്? നീ പറയണം. ഞങ്ങൾ ദുഃഖിതരാണ്, ഞങ്ങൾ ബേജാറിലാണ്. ഫഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂ ബിഇഖ്റാറിൻ വനൽവി അനിൽ ദംബി സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും പാപം കാരണമാണ് നിനക്ക് ഈ അപകടം സംഭവിച്ചതെങ്കിൽ അത് പറഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് ഞങ്ങൾ പാശ്ചാത്തപിച്ചു മടങ്ങാം. അതല്ല, വഇൻ കുന്ത മഗ്ലൂബൻ വനുക്കിസ്ത സഗീറാ ഫമാ അൻത ഫിൽ ഔസാനി ബിസയ്യിദിർ റബ്ബി. അല്ല, നിന്നെ നിന്ദിഗ്ധനായി തലക്കീഴായി നിർത്തപ്പെട്ടതാണെങ്കിൽ ഈ വലിയ ദേവലോകത്ത് നീ ഒരിക്കലും ഇവരെ ഒന്നും നേതാവല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുകയാണ്. എത്ര പരിശ്രമിച്ചിട്ടും ഇതിനെ നേരെ നിർത്താൻ കഴിഞ്ഞില്ല. അവരും നെട്ടോട്ടമോടുന്നു. എന്താണ് ലോകത്ത് സംഭവിച്ചത്? എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ റബീഉൽ അവ്വൽ മാസമായപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അന്വേഷിച്ച് നെട്ടോട്ടമോടുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? അവസാനം പ്രവാചകന്മാർ, ആ കാലത്തെ ജ്യോത്സ്യന്മാർ, അവർ പ്രവചിക്കാൻ തുടങ്ങി. ഇത് അന്ത്യദൈവദൂതരുടെ ജന്മനാളാണ്. ആ തിരുപ്പിറവിയിൽ അള്ളാഹു സംഭവിപ്പിച്ച അത്ഭുതങ്ങളിലൊക്കെ നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമുക്കറിയാൻ കഴിയുന്നു. എന്താണത്? മുത്തുനബിയെ എന്തിനു വേണ്ടി നിയോഗിക്കുന്നു? അവിടുന്ന് നടപ്പാക്കാൻ പോകുന്ന ദൗത്യം എന്താണ്? അത് ഏകനായ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. ഇബ്രാഹിം നബി ദുആ ചെയ്തതല്ലേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നൊരു ദൂതരെ നിയോഗിക്കണം. യത്ലൂ അലൈഹിം ആയാത്തിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ജനങ്ങളെ ഓതി പഠിപ്പിക്കുന്ന നേതാവാണ്. അതാണ് മുത്തുനബിയുടെ ജന്മത്തിന്റെ മുഖ്യ അജണ്ട.
ഏകനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കണം. ആ നബി ആ ദൗത്യം പൂർത്തീകരിക്കും. ജനങ്ങൾ ഏക ദൈവ വിശ്വാസത്തിലാണ് അബദ്ധം സംഭവിച്ചത്. ദൈവമുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, പക്ഷേ ആരാണ് ദൈവം എന്ന് കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യർ ദൈവവിശ്വാസത്തിന്റെ വിഷയത്തിൽ വലിയ പാളിച്ച പറ്റി. ഒരു കാലത്ത് മലകളിലും കാടുകളിലും മനുഷ്യൻ ജീവിച്ചു. ആ കാലഘട്ടത്തിൽ മനുഷ്യർ കാറ്റടിക്കുന്ന സമയത്ത് മുള പോലുള്ള വൃക്ഷങ്ങളുള്ള കാടാണെങ്കിൽ അവ തമ്മിൽ ഉരസി തീപിടുത്തമുണ്ടാകും. ചിലപ്പോൾ പെട്ടെന്ന് കാട്ടുതീ പടർന്നു പിടിച്ച് ഇവരുടെ ആവാസ കേന്ദ്രങ്ങൾ അപ്പാടെ തകർന്നു പോകും. അന്നത്തെ ജനത തെറ്റിദ്ധരിച്ചു, ഇത് അഗ്നിദേവത കോപിച്ചതാണ്, അതുകൊണ്ട് അതിനെ ആരാധിക്കണം. അങ്ങനെയാണ് പ്രകൃതി വസ്തുവായ തീ, അഗ്നി ദൈവലോകത്ത് സ്ഥാനം കിട്ടുന്നത്. അതൊരു മതമായി രൂപപ്പെട്ടതാണ് മജൂസി മതം. ആ മതത്തെ മാതൃകയാക്കി നടത്തുന്ന ഭരണമാണ് കിസ്റ രാജാവിന്റെ, പേർഷ്യൻ ചക്രവർത്തിയുടെ ഭരണം. അവര് 1000 കൊല്ലമായി കെട്ടുപോകാൻ സമ്മതിക്കാതെ കാത്തു സൂക്ഷിച്ച അഗ്നി ഈ ദിവസം കെട്ടുപോയത് എന്തിനെ സൂചിപ്പിക്കാനാണ്? പ്രപഞ്ചനാഥനിലേക്ക് ഈ ദൈവദൂതർ നിങ്ങളെ വിളിക്കുകയാണ്. പ്രകൃതി വസ്തുക്കൾക്ക് ദിവ്യത്വം ആരോപിക്കരുത്. ഇതുതന്നെയാണ് നദീതട സംസ്കാരം ലോകത്ത് നിലവിലുണ്ടായിരുന്നു. ഇറാഖ് കേന്ദ്രീകരിച്ച്, ഈജിപ്ത് കേന്ദ്രീകരിച്ച്, ഇന്ത്യ കേന്ദ്രീകരിച്ച് നദീതട സംസ്കാരങ്ങളുണ്ട്. നദിയുടെ പരിസരത്ത് ജീവിച്ച മനുഷ്യർ അവർ തെറ്റിദ്ധരിച്ചു, നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ നദി കൊണ്ടാണ്. അതിൽ നിന്ന് മത്സ്യം പിടിച്ച്, വെള്ളം കുടിച്ച്, വെള്ളമെടുത്ത് കൃഷി ചെയ്ത് നമ്മൾ ജീവിക്കാൻ ആശ്രയിക്കുന്ന ഈ നദി, ഇത് തന്നെയാണ് നമ്മുടെ ദേവത. അങ്ങനെ ദിവ്യത്വം ആരോപിക്കുന്ന നദികൾ ഇന്നും ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട നദിയാണ് സാവാ പ്രദേശത്തുകാരുടെ നദി. ആ നദി വറ്റിവരേണ്ടതും പ്രകൃതി വസ്തുക്കൾക്ക് ദിവ്യത്വം ചാർത്തരുതേ എന്ന സന്ദേശം നൽകാനിതാ ദൈവദൂതർ വരുന്നു എന്ന സുവിശേഷത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യൻ അവന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന രൂപങ്ങൾക്കും സ്തൂപങ്ങൾക്കും ദിവ്യത്വം അടിച്ചുകയറ്റി അതിനെ ആരാധിക്കുന്നു. അത് യഥാർത്ഥ ദൈവവിശ്വാസമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ദൈവദൂതരാണ് ഇവിടെ വരാൻ പോകുന്നത്. ഈ സുവിശേഷങ്ങളെല്ലാം അറിയിക്കാൻ അള്ളാഹു നടത്തിയ അത്ഭുതമാണ്. മുത്തുനബിയുടെ ജന്മം ഒരിക്കലും യാദൃശ്ചികമല്ല, തികച്ചും ആസൂത്രിതമാണ്. ക്രിസ്തുവർഷം 571 ഏപ്രിൽ മാസം 23-ാം തീയതി ആനക്കലഹ സംഭവം കഴിഞ്ഞ് 50 ദിവസം പിന്നിട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്തത്. മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയെ ആ സമയത്ത് പരിചരിക്കാൻ ആത്മീയ ലോകത്ത് നിന്ന് വരാൻ പോകുന്ന സ്വർഗലോകത്ത് മുത്തുനബിയുടെ ഇണകളാകേണ്ട മഹദിയായ ബീബി മറിയം റളിയല്ലാഹു അൻഹ, മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ളവരുടെയും സ്വർഗീയ നാരിമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആ പ്രസവം. അതോടൊപ്പം തന്നെ മഹാനായ സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഉമ്മയായ ശിഫ എന്ന സഹോദരിക്കാണ് മുത്തുനബിയെ ഭൂമിയിലേക്ക് ഏറ്റുവാങ്ങാനുള്ള മഹത്തായ ഭാഗ്യമുണ്ടായത്. അതിന്റെ ബർക്കത്ത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടും ഉണ്ട്. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് ശിഫ എന്ന മഹദി അവരെ സ്വീകരിച്ച് ആ കുട്ടിയെ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ട നേരത്തുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ച് അവരാണ് പുറം ലോകത്തിന് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒരു സാധാരണ കുഞ്ഞിന്റെ രീതിയിലായില്ല. ശരീരം മുഴുവനും എണ്ണ തേക്കപ്പെട്ടു, കണ്ണിൽ സുറുമെഴുതപ്പെട്ടവരായും ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായുമാണ് മുത്തുനബിയുടെ ജനനമുണ്ടായത്. മുട്ടുകുത്തി നിന്ന്
ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി കണ്ണും മുഖവും മേലോട്ടുയർത്തി ഒരു പ്രാർത്ഥിക്കുന്നവന്റെ വിനയത്തോടുകൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി നടക്കുന്നത്. ഈ അത്ഭുതകരമായ ജനനത്തിന്റെ സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് അത്ഭുത കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുത്തുനബിയിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു വലിയ പ്രകാശത്തിലൂടെ കൈസർമാരുടെ കൊട്ടാരങ്ങളടക്കം മഹദി ആ പ്രകാശത്തിലൂടെ കണ്ടതായി പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മഹദിയായ ആമിന ബീവി ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ അത്ഭുത വാർത്തയിലേക്ക് എല്ലാ ആളുകളും അടുത്തു വരികയാണ്. കാരണം അന്ന് ലോകത്തിന്റെ പല ഭാഗത്തുണ്ടായ അത്ഭുത സംഭവങ്ങളുടെ ഉറവിടവും കാരണവും തേടി എല്ലാവരും നെട്ടോട്ടമോടിയപ്പോൾ ഒരുപാട് ജ്യോത്സ്യന്മാരുടെയും അല്ലെങ്കിൽ പുരോഹിതന്മാരുടെയും പ്രവചനങ്ങളും അവര് നൽകിയ വിവരങ്ങളുമെല്ലാം വെച്ച് ആളുകൾ അന്വേഷിച്ചപ്പോൾ അതേ വേദഗ്രന്ഥങ്ങളിലൂടെയൊക്കെ വിളംബരം ചെയ്ത ആ അത്ഭുത ബാലന്റെ ജനനം നടന്നിരിക്കുന്നു എന്ന് ബോധ്യമാകുകയും ഈ അത്ഭുത സംഭവങ്ങളുടെ ഒക്കെ നിദാനം ആ തിരുപ്പിറവിയാണ് എന്ന് ലോകം ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. അങ്ങനെ അബൂ ത്വാലിബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ പിറന്ന ആ കുഞ്ഞ് ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞുമോനെ വാരിയെടുത്ത് നേരെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് ഓടുകയാണ്. വിശുദ്ധ കഅബയിൽ ചെന്നുകൊണ്ട് മഹാനവറുകൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമത് ത്വയ്യിബൽ അർദാനി ഖസ്സാദ ഫിൽ മഹ്ദി അലൽ ഗുൽമാനി ഉഈദുഹു ബിൽ ബൈത്തി ദിൽ അർകാനി. ഈ അത്ഭുത കുഞ്ഞിനെ എനിക്ക് തന്ന നാഥനെ ഞാൻ സ്തുതിക്കുന്നു. ഈ കുഞ്ഞിനെ പരിശുദ്ധ കഅബയുടെ നാഥനോട് എല്ലാ ആപത്തിൽ നിന്നും ഞാൻ ഈ കുഞ്ഞിനു വേണ്ടി അഭയം തേടുന്നു. ഹത്താ യകൂന ബുൽഗത്തൽ ഫുതിയാനി ഹത്താ അറാഹു ബാലിഗൽ ബുനിയാനി ഉഈദുഹു അൻ സദ്ദി സനാനി മിൻ ഹാസിദിൻ മുൽതരിബിൽ ഐനാനി. ഈ കുട്ടി യുവത്വത്തിന്റെ ആ നല്ല അവസ്ഥയിലേക്ക് ആരോഗ്യത്തോടെ എത്തിച്ചേരണം. ഈ കുഞ്ഞിനെ എല്ലാവിധ അസൂയക്കാലുകളുടെയും ഉപദ്രവകാരികളുടെയും ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നെല്ലാം പറഞ്ഞ് മഹാനവറുകൾ ആ കുഞ്ഞിനവിടെ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിച്ച് സന്തോഷം പങ്കുവെക്കുകയാണ്. അങ്ങനെ കേട്ടവർ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്നു. അങ്ങ് അകലെയായിരുന്നു ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരൻ കൂടിയായിരുന്ന അബൂലഹബ്. ആ അബൂലഹബിന്റെ അടുത്ത് ഓടിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരടിമ സ്ത്രീയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ എന്നവർ നിങ്ങളുടെ അനുജന്റെ ഭാര്യ ആമിന ബീവി പ്രസവിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ മരണപ്പെട്ടുപോയ സഹോദരന്റെ ആ കുഞ്ഞ് ജനിച്ചു എന്ന ശുഭവാർത്ത പറഞ്ഞ സന്തോഷത്താൽ അബൂലഹബ് ഈ ശുഭവാർത്ത പറഞ്ഞ അടിമ സ്ത്രീയോട് പറഞ്ഞു, എങ്കിൽ നീ ഇന്നു മുതൽ സ്വതന്ത്രയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ നിരീക്ഷിച്ചാൽ അതിലെല്ലാം അത്ഭുതങ്ങളുണ്ട്, അസാധാരണത്വമുണ്ട്. മുത്തുനബി അടിമത്വ വിമോചനത്തിന്റെ നായകനാണ് എന്ന സൂചനയാണ് ഈ ഒരു വിമോചനത്തിലൂടെ. അതും ആരാണ്? പിൽക്കാലത്ത് മുത്തുനബിയെ കഠിനമായി എതിർത്ത അവിടുത്തെ ശത്രുപക്ഷത്തിന് നേതൃത്വം കൊടുത്ത അബൂലഹബിലൂടെ തന്നെ തിരുപ്പിറവിയുടെ പേരിൽ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബിൽ അവിടുന്ന് ജന്മം കൊണ്ടതിൽ സന്തോഷിക്കുക എന്ന ആ വലിയ ഒരനുഗ്രഹം
ഇദ്ദേഹത്തിന് ആ സമയത്ത് ആ സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ അബൂലഹബ് നബിതങ്ങളെ കഠിന വിരോധിയാണ്. പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് വിമർശിച്ച ആളാണെങ്കിൽ പോലും ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഇദ്ദേഹത്തെ അവരെ ബന്ധുക്കളായ തന്റെ അനുജൻ കൂടിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂലഹബിനെ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു. ആ സമയത്ത് അബ്ബാസ് തങ്ങൾ ചോദിക്കുകയാണ്, മാദാ ലഖീത്, മുത്തുനബിയെ കഠിനമായി എതിർത്ത അബൂലഹബ്, താങ്കൾക്ക് എന്താണ് മരണാനന്തരം അനുഭവമുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഖാല അബൂലഹബ് ലം അൽഖ ബഅദുകും ഖൈറാ, നിങ്ങളെ വേർപിരിഞ്ഞു മരിച്ചതിന് ശേഷം ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ല. ഗൈറ അന്നീ സുഖീതു ഫീ ഹാദിഹി ബിഇതാഖി സുവൈബിയ, ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കിതാ എല്ലാ തിങ്കളാഴ്ച ദിവസവും വരുമ്പോൾ എൻ്റെ ഈ വിരലിന്റെ ഉള്ളിലൂടെ ഒരു നല്ല പാനീയം നിർഗളിക്കും, അത് കുടിച്ച് എനിക്ക് ആശ്വസിക്കാൻ കഴിയും. കാരണം മുത്തുനബി ജനിച്ച ദിവസത്തിൽ സുവൈബത്തുൽ അസ്ലമിയ എന്ന പെൺകുട്ടിയെ അടിമത്വത്തിൽ നിന്ന് ഞാൻ സന്തോഷം കാരണം വിമോചിപ്പിച്ചതാണ് അതിനുള്ള നിദാനം. നോക്കൂ നിങ്ങൾ, മുസ്ലിമല്ലാത്ത അവിശ്വാസിയായ അബൂലഹബിന് പോലും അല്ലാഹു തആല അവന്റെ ഹബീബിന്റെ തിരുപ്പിറവിയിൽ സന്തോഷിച്ചു എന്നതിന്റെ പേരിൽ പരലോകത്ത് പ്രതിഫലം കൊടുക്കുകയാണ്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇതുകൊണ്ടാണ് മഹാന്മാര് പാടിയത്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു ബിതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ശപിച്ച ഒരു വ്യക്തിക്ക് പോലും മുത്തുനബിയുടെ തിരുപ്പിറവിയിൽ സന്തോഷിച്ചതിന്റെ പേരിൽ അല്ലാഹ് പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ആ ജന്മത്തിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കുക. അല്ലാഹു നമുക്കതിന് സൗഭാഗ്യം തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽ എല്ലാം ഒരുപാട് സന്ദേശങ്ങൾ തരുന്നു. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്വം വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ജന്മമുണ്ടാകുന്നത്. അടിമത്വ വിമോചനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടാണ്. അങ്ങനെ 7ാമത്തെ ദിവസമായപ്പോൾ വല്യുപ്പ ഈ കുഞ്ഞിന്റെ പേരിൽ അഖീഖ അറുക്കുകയാണ്. അങ്ങനെ ഖുറൈശി പ്രമുഖരെല്ലാം വിളിച്ചു ചേർത്ത് സന്തോഷം പങ്കുവെച്ച് അവർക്കെല്ലാം ഭക്ഷണം വിതരണം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്കൊരു പേര് നിർദ്ദേശിക്കുന്നു. അബ്ദുൽ മുത്തലിബിന് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു, ഇൽഹാം ചെയ്തു കൊടുക്കുന്നു. ആ പേര് അന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വല്ലാത്ത ഒരു നാമമാണ്. ആ പേരിനുമുണ്ട് ഒരുപാട് പ്രത്യേകത. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ അനേകം പേരുകളിൽ ഒന്നാണ് മുഹമ്മദ്. പൂർവ്വ വേദഗ്രന്ഥങ്ങളിലെല്ലാം മുത്തുനബിയെ പരിചയപ്പെടുത്തിയ മറ്റൊരു പേരാണ് അഹമ്മദ്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി കൂടിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ പേരിന്റെ രഹസ്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ല, അല്ലാഹു അവന്റെ നാമത്തെ പിളർത്തി മുത്തുനബിക്ക് നൽകിയിരിക്കുന്നു അവിടത്തെ മഹത്വപ്പെടുത്താൻ. ഫദുൽ അർശ്, അപ്പോൾ അർശിന്റെ അധിപനായ അല്ലാഹു മഹ്മൂദുൻ, അവന്റെ പേര് മഹ്മൂദ് എന്നാണെങ്കിൽ
വഹദാ മുഹമ്മദു. അതേ പേരിൽ നിന്ന് ഒരക്ഷരം മാറ്റിയിട്ട് മുത്തുനബിക്ക് പേര് നൽകിയത് അള്ളാന്റെ ഹബീബിനെ അള്ളാഹു മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്. സ്തുതിക്കപ്പെടുന്നയാള്, മദ്ഹ് പറയപ്പെടുന്ന ആള്, മഹത്വപ്പെടുത്തപ്പെടുന്ന ആള്, ഇതൊക്കെയല്ലേ മുഹമ്മദ് എന്നതിന്റെ അർത്ഥം. ആ നേതാവിന്റെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹു കൊടുത്ത പേര് തന്നെ വാഴ്ത്തപ്പെട്ടവൻ, പുകഴ്ത്തപ്പെട്ടവൻ, മഹത്വം പറയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ആള് എന്ന അർത്ഥമുള്ള നാമമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മുത്തുനബി മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളരുന്നു. ആമിന ബീവി അമ്മിഞ്ഞപ്പാല് നൽകുന്നു. അവരെ പരിചരിക്കാനും കുളിപ്പിക്കാനുമൊക്കെ മുന്നോട്ട് വന്നത് ആരാ? പിതാവിന്റെ അനന്തര സ്വത്തായി ലഭിച്ച ബറക്കത്ത് എന്ന് പേരുള്ള ഉമ്മു ഐമൻ എന്ന് വിളിക്കപ്പെടുന്ന അടിമ സ്ത്രീയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലത്ത് വീട്ടിൽ വെച്ച് കുളിപ്പിച്ചത്, സ്വീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ശിഫ എന്ന മഹദിയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഏറ്റുവാങ്ങിയതിനു ശേഷം കുളിപ്പിക്കലും പരിചരണങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഉമ്മു ഐമൻ എന്ന സഹോദരിയാണ്. അങ്ങനെ മുത്തുനബി ആ വീട്ടിൽ ഇങ്ങനെ വളരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന് അന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പുറമെ അവിടുത്തെ ജന്മത്തിന്റെ പേരിൽ വിമോചിപ്പിക്കപ്പെട്ട സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹയും അമ്മിഞ്ഞപ്പാല് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സാധാരണ അറബികളുടെ സംസ്കാരവും സ്വഭാവവും ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകളുടെ ഒരു തൊഴിലും എന്തായിരുന്നു? പട്ടണങ്ങളിൽ വന്ന് പ്രധാനപ്പെട്ട ആളുകളുടെ മക്കളെ ദത്തെടുക്കുന്നു, മുലയൂട്ടാൻ വേണ്ടി. അങ്ങനെ അവർക്ക് നല്ല മുലപ്പാല് നൽകി ആരോഗ്യമുള്ളവരാക്കി തിരിച്ചേൽപ്പിക്കുന്നതിന് വലിയ പ്രതിഫലം ലഭിക്കും. മക്കാ പട്ടണത്തിലേക്ക് അങ്ങ് ത്വായിഫിന്റെയും അപ്പുറത്ത് നിന്ന് ഒരു വലിയ സംഘം സ്ത്രീകൾ മക്കയിലേക്ക് വരുന്നു. എന്തിനു വേണ്ടി? അവർക്ക് മുലയൂട്ടാൻ സമ്പന്നരുടെ മക്കളെ കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ. എന്തിനായിരുന്നു അന്നത്തെ പൗരപ്രമുഖർ അവരെ മക്കളെ ഇങ്ങനെ ഏൽപ്പിച്ചത്? ഗ്രാമങ്ങളിൽ പോയി ഈ കുട്ടികൾ ഗ്രാമീണ സ്ത്രീകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവർക്ക് നല്ല അന്തരീക്ഷത്തിൽ വളരാൻ കഴിയുമെന്നതിന്റെ പുറമെ യഥാർത്ഥ അറബ് ഭാഷ സ്വായത്തമാക്കാനും അറബ് സംസ്കാരം പഠിക്കാനും അവർക്ക് സാധിക്കുന്നു. അങ്ങനെ ഇവര് ധാരാളമായി കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ നൽകാറുണ്ട്. അവരെ തേടി വലിയ ഒരു സംഘം ത്വായിഫിന്റെ അപ്പുറത്ത് നിന്ന് മദീനയിലേക്ക് വരികയാണ്, മക്കയിലേക്ക് വരികയാണ്. ആ കൂട്ടത്തിൽ പെട്ട ഒരു സഹോദരിയാണ് മഹദിയായ ബീവി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അവരെ ഭർത്താവും ഈ സംഘത്തിന്റെ കൂടെയുണ്ട്. എന്നാൽ അവർ മക്കയിലേക്ക് വരുമ്പോൾ കയറിയ മൃഗം, ഒട്ടകം, വളരെ ബലഹീനമായ ഒട്ടകമാണ്. അതിന് സ്പീഡിൽ ഓടാൻ കഴിയുന്നില്ല. കൂടെ യാത്ര ചെയ്തവരുടെ ഒപ്പം ഈ ഒട്ടകം എങ്ങനെ ഓടിയിട്ടും എത്തുന്നില്ല. അങ്ങനെ കൂടെയുള്ളവർ പറഞ്ഞു, ഇനി നിങ്ങളെ കാത്തു നിൽക്കാൻ കഴിയില്ല, നിങ്ങൾ വരുമ്പം വന്നോ, ഞങ്ങൾ പോവാണ്. അങ്ങനെ എല്ലാവരും സ്പീഡിൽ ഓടി മക്കയിലെത്തി. സമ്പന്നരായ പല ദമ്പതിമാരുടെയും മക്കളെ ആദ്യം വന്നവരൊക്കെ ദത്തെടുത്തു. അവസാനം സ്പീഡ് കുറഞ്ഞ വാഹനപ്പുറത്ത് വന്നു നോക്കുമ്പോൾ കാര്യമായ മക്കളൊന്നും ഇനി ബാക്കിയില്ല. ആരോ പറഞ്ഞു ഒരു അനാഥ കുട്ടിയുണ്ട്. അങ്ങ് ആമിന ബീവി എന്നൊരു മഹദി പ്രസവിച്ചതാ. മഹദിയായ ഹലീമ ബീവിയും ഭർത്താവും പോയി നോക്കി. ചെന്ന് നോക്കുമ്പോൾ വാപ്പല്ലാത്തവരിൽ ഒന്നും കിട്ടാണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കി? ഇതിനെ നമ്മൾ എടുക്കണോ വേണ്ടേ എന്നിങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോ ഈ കുട്ടിയെ കണ്ടപ്പോൾ അവർക്കൊരു വല്ലാത്ത ആകർഷണീയത തോന്നി. നോക്കിയാൽ കണ്ണെടുക്കാൻ പറ്റാത്ത സൗന്ദര്യം, വല്ലാത്ത ഒരു മുഖഭാവം. ആ കുഞ്ഞിനെ വാരിയെടുത്തു ഉമ്മ വെച്ചു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഹലീമ ബീവിയുടെ ഭർത്താവ് പറഞ്ഞു, അസല്ലാഹു അൻ യജ്അല ലനാ ഫീഹി ബറക. അല്ലാഹു ആ കുഞ്ഞിൽ നമുക്ക് ബറക്കത്ത് നൽകിയേക്കും. ഈ കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കാം. എന്നാൽ ഹലീമ ബീവിക്കൊരു പ്രശ്നമുണ്ട്. എന്താ? അവർക്കൊരു കുഞ്ഞിപ്പണ്ടല്ലോ മുല കുടിക്കണം, അപ്പോഴല്ലേ പാലുണ്ടാവും. ആ കുഞ്ഞിന്റെ പേര്
വിളിപ്പേര് ലംറത്ത് എന്നാണ്. ഒരു മെലിഞ്ഞ കുട്ടിയായിട്ട് ലംറത്ത് എന്നാണ് അവനെ വിളിക്കുക. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുള്ള എന്നാണ്. എന്നാൽ ഈ കുഞ്ഞിന് ഒരു മുലയിൽ മാത്രമേ പാല് കിട്ടാറുള്ളൂ. ഇടത്തെ മുലയിൽ കൂടെ മാത്രമേ ഹലീമ ബീവിക്ക് പാല് ചുരത്തുന്നുള്ളൂ, വലത്തെ മുലയിൽ പാലില്ല. അങ്ങനത്തെ ഒരു ഉമ്മയാണ് മറ്റൊരു കുട്ടിനെയും കൂടി ദത്തെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടു മക്കളെയും കൂടി എങ്ങനെ പോറ്റി വളർത്തുമെന്ന ആശങ്ക മനസ്സിലുണ്ട് താൻ. ഏതായിരുന്നാലും ഹലീമ ബീവി ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ സ്നേഹത്തോടെ എടുത്ത് അറിയാതെ പെട്ടെന്ന് ആ കുഞ്ഞിന് കൊടുത്തുപോയത് ഇതുവരെ പാല് ചുരത്താത്ത വലതുമുലയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, മുത്തുനബി ആ മുലപ്പാല് കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ നന്നായി പാല് ചുരത്തുന്നു. അപ്പോൾ തന്നെ ആ ദമ്പതികൾ അത്ഭുതപ്പെട്ടുപോയി. മഹാന്മാര് പറയുന്നു, ഇതും അള്ളാഹു ചെയ്ത ഒരാസൂത്രണത്തിന്റെ ഭാഗമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ വേണ്ടി നേരത്തെ ഒന്ന് കരുതി വെച്ചതാണ് അള്ളാഹു. അതുകൊണ്ടാണ് ലംറത്തിന് ഇതിലൂടെ പാല് നൽകപ്പെടാതിരുന്നത്. ഇതുകൊണ്ട് തന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടത് മുല കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ മുത്തുനബി അത് കുടിക്കാറില്ലത്രേ. അത് സഹോദരൻ ലംറത്തിന് വേണ്ടി മാറ്റിവെക്കും, വലതു മുല മാത്രം ഈ കുഞ്ഞു കുടിക്കും. എല്ലാം സാധാരണമായി നബിതങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. എല്ലാത്തിലും ഒരു അസാധാരണത്വം കാണാം. വലതു മുല മാത്രം നമുക്ക് ഇടത് മുല കുടിക്കും. അങ്ങനെ വളരെയേറെ ആഹ്ലാദത്തോടെ അവര് തോയിഫിന്റെ ഭാഗത്തേക്ക് മടങ്ങിപ്പോവാൻ. സുബ്ഹാനല്ലാഹ്, ഈ കുഞ്ഞിന്റെ ബറക്കത്ത് അപ്പം തന്നെ കാണാൻ തുടങ്ങി. ഇങ്ങോട്ട് വരുമ്പം ചാവാളി ഒട്ടകം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഈ ഒട്ടകമതാ അതിശീഘ്രം കുതിക്കുകയാണ്. കൂടെ വന്നവർ വിളിച്ചു പറഞ്ഞു, ഈ ഹലീമയുടെ ഒട്ടകത്തിന് എന്തുപറ്റി? നേരത്തെ നടക്കാൻ കഴിയാതെ വളരെയധികം ക്ഷീണിച്ച ഒട്ടകം ഇതാ അതിശീഘ്രം ഓടുന്നു. എല്ലാ ഒട്ടകങ്ങളെയും തോൽപ്പിച്ച് ആദ്യം സ്വന്തം നാട്ടിലെത്തുന്നത് ഹലീമ ബീവിയുടെ ഒട്ടകമാണ്. നാട്ടിലെത്തിയപ്പോഴല്ലേ മറ്റൊരത്ഭുതം. അവരെ പറമ്പിൽ ചെന്ന് നോക്കുമ്പോ ഈത്തപ്പന കായ്ച്ചു നിൽക്കുന്ന കാലാവസ്ഥയല്ലെങ്കിലും അവരെ ഈന്തപ്പനത്തോട്ടം മുഴുവനും കായ കൊണ്ട് നിബിഡമാണ്. എല്ലാ സസ്യങ്ങളും പച്ച പിടിച്ചു നിൽക്കുന്നു. കന്നുകാലികളെ കറന്നു നോക്കുമ്പോൾ നിറയെ പാലാണ്. ഈ കുഞ്ഞിന്റെ ബറക്കത്ത് ഹലീമ ബീവിയുടെ വീട്ടിൽ മുഴച്ചു കാണുകയാണ്. അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നോമന പൈതൽ ആ കുടുംബത്തിലേക്ക് വന്നതോടെ ആ വീടിന് ഐശ്വര്യവും ബറക്കത്തും ലഭിക്കുകയാണ്. എങ്ങനെ ലഭിക്കാതിരിക്കും? റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ.